2047 ഇന്ത്യ എന്തായിരിക്കും? ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, ലോകത്തിന് ആയുധങ്ങളും അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകളും കയറ്റുമതി ചെയ്യുന്ന ഒരു ഗ്ലോബൽ ഡിഫൻസ് ഹബ്ബായി ഇന്ത്യ മാറുമോ? ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരിൽ ഒന്നാണ്. എന്നാൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ ഈ ചിത്രം പൂർണ്ണമായും മാറ്റാനുള്ള വമ്പൻ പദ്ധതിയിലാണ് കേന്ദ്ര സർക്കാർ. ഇത് വെറും സൈന്യത്തിന്റെ മാത്രം പ്ലാൻ അല്ല, മറിച്ച് ഇന്ത്യയുടെ GDP-യെയും സ്വകാര്യ കമ്പനികളെയും സ്റ്റാർട്ടപ്പുകളെയും ലക്ഷ്യം വെച്ചുള്ള ഒരു സ്ട്രാറ്റജിക് എക്കണോമിക് റോഡ് മാപ്പ് ആണ്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. യുദ്ധം മാറുന്നു, ഇന്ത്യയും മാറുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? കാരണം ഇന്ന് യുദ്ധത്തിന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു. മുമ്പ് കൂടുതൽ ടാങ്കുകളും പീരങ്കികളും ഉള്ളവർ വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ജയിക്കുന്നത് ഡ്രോണുകളും സൈബർ യുദ്ധമുറകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉള്ളവരാണ്. ഈ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാതെ ഇന്ത്യക്ക് ഒരു ആഗോള ശക്തിയാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് സാങ്കേതിക വിദ്യയുടെ ഉടമസ്ഥാവകാശം ഇന്ത്യയിൽ തന്നെ നിലനിർത്താനുള്ള സ്ട്രാറ്റജിക് നീക്കങ്ങൾ നടക്കുന്നത്. വിഷൻ 2047 ലക്ഷ്യങ്ങൾ എന്തൊക്കെ? അതുല്യ ഭാരതം 2047 വിഷൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 1. ഇറക്കുമതി കുറയ്ക്കുക. വിദേശ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങൾ വികസിപ്പിക്കുക. 2. കയറ്റുമതി വർദ്ധിപ്പിക്കുക. വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങിയ വിപണിയിലേക്ക് ഇന്ത്യൻ ആയുധങ്ങൾ എത്തിക്കുക. 3. ഭാവി സാങ്കേതിക വിദ്യ. സ്പേസ് ഡിഫൻസ്, ഹൈപ്പർസോണിക് മിസൈലുകൾ, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ ലോകത്തിന് മുൻപിലെത്തുക. സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് നേട്ടം? പ്രതിരോധം എന്നത് ഇനി വെറും തോക്കും പീരങ്കിയുമല്ല, മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ ഒരു വലിയ വ്യവസായമാണ്.